കോയ വരുന്നുണ്ട് മമ്മ, കോയ വരുന്നുണ്ട്. ഫോട്ടോ എടുത്തോ? വേറെ ആരെയും എടുത്തിട്ടില്ലല്ലോ. നിങ്ങളല്ലേ എടുത്തേ? അതെന്താണ്ടാ? നിങ്ങൾ ആൾക്കാർ ഇഷ്ടപ്പെടണോണ്ടാ. നിങ്ങൾ അത്രയും ആൾക്കാർക്ക് ഇഷ്ടമാണ്. സത്യം പറയാം, ഞങ്ങളടക്കം നോക്കിയേ, ഞങ്ങൾ പോകുന്നപ്പോഴൊക്കെ നിങ്ങളെ കാര്യം പറയണേ. ഞാൻ വീഡിയോ ചെയ്യുന്ന ആളാ. എനിക്ക് വരെ നിങ്ങളെത്ര പുതുമ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാട്ടിക്കൂട്ടല്ല. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒന്ന് തറവാട്ട് പോണാനും അമ്മായും വിളിച്ചിട്ടുണ്ട്. ചോറുന്ന പാടിറങ്ങി പാഞ്ഞതാണ് അവിടെ നിന്ന് കേട്ടോ. ഞാൻ ഉപ്പടേനി. അപ്പോൾ എന്താ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ തറവാട്ടക്ക് കൊമ്പനാട് കോയ വരുന്നുണ്ട്. അപ്പോൾ കുറേ ആയി ഓല് വരുന്നുണ്ട്. ഡിസംബർ പറഞ്ഞതിന് പിന്നെ ജനുവരി ആയി, പിന്നെ ഫെബ്രുവരി ഫസ്റ്റ് ആയി. അപ്പോൾ ഒറ്റക്ക് പോകാന്ന് വെച്ചാൽ ചടപ്പ്. അപ്പോൾ ഞാൻ ഉമ്മാനെ വിളിച്ചിരിക്കണേ. സിപ്പിൻ്റെ ഇവിടെ ഉണ്ട്. ചെങ്ങായി എടടി ഉറങ്ങാണ്. ചോറുന്നാ? ഞാൻ ചോറ് തിന്നില്ല ഇറങ്ങി പാഞ്ഞ വരി അമ്പര പൊന്നും കറ്റേ. ആരോ ബാ എന്താ കൂട്ടാ? അച്ചിമീണ്ട് കാണാൻ പോകടിച്ചു വാങ്ങിയല്ല കരി പൊട്ടി കരി. ഇതിലൊന്ന് കുമ്പിട്ടാതോ മാവിന്റെ കല്യാണ പെണ്ണാക്കൊക്കെ എന്തിനാ മുല്ലപ്പൂവ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം. അയ്യ ബെഡിലില്ലേ? ബെഡിലിരുന്നേ പിറ്റത്ത് പോയിട്ടൊന്ന് കൊടഞ്ഞാ തല ചില്ലി ആകെ ക്ലിപ്പുകൾ. അയ്യ അവിടെ കൊടയല്ലേ മാവിന്റെ തൂമ്പ് തെറ്റിപ്പോ അവിടെ പോയിനി മുട്ടായി ആയി തന്നില്ല. അപ്പൊ ആരൊക്കെ വരുന്നത്? രണ്ടാളും വരുന്നുണ്ടോ എന്ന് അറിയില്ല. ഒരാളാവുകയാണെങ്കിൽ വരും. കൊമ്പനാൾ കോയാന്നല്ലേ? കോയക്കാരോ? കോയാണോ? ഞാൻ വിചാരിച്ചു കോയാണ്. അതാന്നറിയില്ല. ഞങ്ങൾ പോയിട്ടുണ്ട് കരഞ്ഞോണ്ട്. ഭാഗ്യല്ല അമ്മണിയെ പായി ഇറക്കിയേക്കോ. ചെറിയൊരു വിഷമോ. അങ്ങനെ ഞമ്മള് ഇവിടുന്ന് ഇറങ്ങണേടി. പോയിട്ടാ ഇമ്മയുണ്ട്. അത് പോയിട്ടാ വരുമ്പോ കാണാം. അപ്പൊ നേരെ ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോണേ വിചാരിച്ചിനി. പിന്നെ അമ്മായി ബാബു ഇവിടെ എത്തിയാർന്ന് തുള്ളി കാണിച്ചു. നയിഞ്ഞ് വന്നിട്ട് തുന്നാ ബാ. അവിടെ ചെരുപ്പൊട്ടി വരി വന്നിട്ട് തുന്ന അവായിട്ടോളി. കൊമ്പടക്കാട് കോയക്കൊരു ഇംപ്രഷൻ വന്നോട്ടെ. മൂപ്പര് ചെരുപ്പൂരി തന്നോളൂ. പൂരി സിഫ്നാർ ചെരുപ്പൊക്കെ ഇടണേ. ഗൈസിങ്ങോടന്മാര് ചെരുപ്പൊട്ടി ഒന്നും നമ്മള് നോക്കണ്ട. ലക്ഷം കൊമ്പനാട് കോയ സിഫ്നാർ ചെരുപ്പിട്ട് നോക്കാം. വേരി അങ്ങട്ടെ കൊമ്പനാട് കോയപ്പോ പോട്ടോ. പോയി. അന്താ മാനൊക്കെ ഉണ്ടായതോ? എന്തൊരു കോട്ടാവിയാണ്. സാരല്ല, തുന്നിച്ചടക്കിടക്ക് പോകുമ്പോ വരി. അങ്ങനെ നമ്മളിവിടെ എത്തി. കൊമ്പക്കാട് കോയന്റെ വണ്ടി കാണാനില്ല. ഫസൽ ഫേമിലിന്റെ വണ്ടി അവിടെ അങ്ങനെ നിർത്തിയിട്ടേക്കണ്. ഞങ്ങൾ കേറി പോകാൻ നിൽക്കുകയാണ്. അമ്മായി ചാത്തം കൊണ്ടെത്തി വാടി അങ്ങോട്ട് പൈച്ചിട്ട് അജയത്തൊലി കഞ്ഞുറിച്ച് പോകുന്നതാണ്. ആരും വിളിച്ചെത്തിക്കണം ബാബാറിന്. കാരണം ഓല് പറഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. ഓല് പറഞ്ഞിട്ടാണ് ഞങ്ങളിത് വീഡിയോ എടുക്കണത്. ഓല് കൊടുക്കുന്നുണ്ട്. ഓല അപ്ലോഡ് ആക്കിയതിന് ശേഷം ഞങ്ങളിത് അപ്ലോഡ് ആക്കുള്ളൂ. എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കുകയാണ്. ഞോലെ കണ്ടന്റ് ഞങ്ങളെ കണ്ടന്റ് എന്നില്ല. രണ്ടാളും കണ്ടന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ അമ്മ? ഇല്ലത് രണ്ടാളും അങ്ങോട്ടും എടുക്കും. ഇതിപ്പോൾ അറിയാണ്ട് കാരണം നമുക്ക് ഇതിന് നെഗറ്റീവ് വരുമെന്നറിയാം. അപ്പോൾ ഇന്ന് രാവിലെ വിളിച്ചേക്കണ് പണി ഒരുക്കിക്കോ 3 മണിക്ക് കൊമ്പങ്ങാട് കോയ വരുന്നുണ്ട് കാരണം വിളിച്ചേക്കണ്. അപ്പോൾ ഇപ്പോഴാണ് എത്തിയത്. ഏതായാലും പോയി നോക്കട്ടെ. എല്ലാവരും കാത്തിക്കണം മുറ്റത്ത്. അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പാട് ഒരാൾ മന്ദം പോവുകയാണ്. മുന്നന്റെ ചെരുപ്പായോണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും തട്ടുണ്ട്. അമ്മായി പറഞ്ഞാണ് അന്ന് പോണ്ടാന്ന്. അവനാ അമ്മായിയെ പക്ഷെ ഓനവിടെ വീച്ചിക്കണ്. ഓൻ പോയിട്ടില്ലേലും ഓനെ പിടിച്ചുകൊണ്ടോ വന്നിട്ട് എനിക്ക് പോകേണ്ട ആവശ്യത്തിന് ഞാൻ പോകണ്ടേ? പോകണോ? പോകണം അത്യാവശ്യത്തിന്. അല്ല ഞാൻ ഒരു കാര്യം അപ്പൊ ഞമ്മള് കോട്ട് എടുത്തോ? എന്നാ അതുകൊണ്ട് എടുത്തു. അപ്പൊ ഞാൻ ഷൂർത്തോന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു കൊടുക്കണോ ഓന് ഇടാലോ? ഞാൻ അർജന്റില് പോകല്ലേ. അത്ര അർജന്റ് പാടില്ലേ? അതൊക്കെ പോന്നും പറഞ്ഞു. ഞാൻ ഒരു കാര്യം ആരാപ്പാ പോരുന്നേ? മുപ്പാരാ ചോദിച്ചു. നബീല് പറഞ്ഞു. ആന്നും പറഞ്ഞു. നബീലാന്ന് പറഞ്ഞപ്പോ തന്നെ എന്തോടം കഴിഞ്ഞിക്കണ്. പിന്നെ ഞാൻ മുണ്ടാതെന്നതാ. ഞാൻ കരുതിയോ ആന്റിരാമനേക്കാരൻ ഓട്ടുന്നേന്ന്. പാതിരന്മാരുടെ പൂജെത്താ അവിടെ ഫെഡ്ലൈറ്റ് അല്ല എന്നാലും റോഡ് കൂടെ റോഡിന്ന് കാണണം. ഇവരൊക്കെ 4:00 പോയി.
അപ്പൊ പോയിക്കൂടേനോ പോയിന്റെ പിന്നാലെ ഉണ്ട് അർഷുവിന്റെ വീട് മുന്നേ 4:00 പോയപ്പോ എനിക്ക് ഇവിടെ എന്താണ് പണി? മമ്മ ആരാ വരുന്നേ? കൊമ്പങ്കാട്ട് പോയാണ്. കണ്ടിട്ടില്ല നിങ്ങള്? ഞാൻ വിചാരിച്ചു ആളെങ്ങനെയുണ്ട്, രസമുണ്ടോ? കത്താൻ വരികയാണാവോ? രസം കഴിച്ചാ എന്താ പറയത്? ചൊറുക്കഴിക്കണല്ലോ മമ്മ. കമ്മല കൊടുത്തു പൊട്ടിയോ? നല്ല പൗഡറൊക്കെ ഇട്ട് നിക്കി കണ്ടേക്കിന് ഫസ്റ്റ് എന്താ ഫൈറ്റ് എന്താ ഫസ്റ്റ് ആ തന്നെ അതാണെങ്കിലോ കഴിച്ചില്ലായില്ലേ? നിങ്ങൾക്ക് വേണോ കൊമ്പക്കാട് പോയതിന്റെ അപ്പൊ? പെണ്ണുങ്ങളെ അയക്കൂല, പോയിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ അത്തരക്കാരി നെഹീഹേ. എന്നിട്ട് എന്താ കൂട്ടാനമ്മയ്യേ? ആ കൊമ്പങ്ങാട് പോയി. ഓന്റെ ഒക്കെ ഒരു ഭാഗ്യ കൊമ്പങ്കാട്. ഹലോ, ഞങ്ങള് പെരിയിലുണ്ട്. ഞങ്ങള് ചാത്തമുണ്ട് എത്തിയിട്ടേ ആ റോഡിനോട് കേറിയില്ലേ, നേരാണ് പോന്നോളി. റോഡ് സൈഡിൽ ഒരു ഒമ്നി കിടക്കണ്ട, ഒരു വെള്ള ഒമ്നി. അതിന്റെ ഓഡിറ്റോറിയം കഴിഞ്ഞിട്ട് ഒരു ഓഡിറ്റോറിയം ഒക്കെ കഴിഞ്ഞിട്ടാ. ഞാൻ താഴത്തേക്ക് ഇറങ്ങണോ? ആ വരുന്നുണ്ടോ? അജ ഇറങ്ങണ താഴത്തേക്ക് അങ്ങനെ? കണ്ടോട്ടെ. നീ വണ്ടിമ്മ പോയിക്കോ. നമ്മളെ മുന്നണ്ട ലൈഫ് ലൈൻ മുന്നുണ്ടാവുമ്പോ ആ വണ്ടിമ്മ ഇങ്ങനെ ഇറങ്ങി പോയിക്കോ. നേരം അങ്ങോട്ട് പോകും. വണ്ടിമ്മ പോയിക്കോ. അതൊക്കെ അത് എനക്കും നല്ലത്, എന്റെ കാലിനും നല്ലത്. ആ കയറേറ്റൊക്കെ കെട്ടിക്കട് ലൈറ്റ് ഒക്കെ ഊരിട്ട് എവിടത്തുള്ളത്തെ വലുതോ? ഞാനോ? പിന്നെ കത്താൻ പണിയാവും. കൊണ്ടുവരാൻ പോവാ ഗൈസ്. അങ്ങനെ പോലും ഇവിടെ എത്തിയേക്കണ കാർ അവിടെ നിർത്തിയിരിക്കണ നല്ല സെറ്റപ്പ് കാറിലൊക്കെ കേട്ടോ വരുന്നത്. ഏതായാലും നോക്കട്ടെ. ആ എത്ര ആളാണാവോ? കസാല നേരാക്കണ്ടേ? അപ്പൊ ചായ എങ്ങനെ കൊടുക്കാം അമ്മയെ? അവിടെ അങ്ങനെ ഇരുത്തല്ലേ? കുറച്ച് വെച്ചാണ് അവിടെ ആൾക്ക് ഇരിക്കണ്ടേ. അങ്ങനെ നിന്നോട്ടെ അമ്മയെ. അതിനുണ്ടാവുള്ളൂ ആള്. ഒരു കാറ് കൊള്ളണല്ലോ ഉണ്ട്, ഒരു കാറല്ലേ ഉള്ളൂ, അപ്പൊ അതുണ്ടാവുള്ളൂ. നമ്മള് കസേര എങ്ങനെ ആരാ എണ്ണേ കൊമ്പങ്ങാട് പോയാലേ ഇങ്ങോട്ട് വാ. അങ്ങനെ അമ്മായി ഇവിടെ നല്ല വർക്കത്തില്ല തേങ്ങാണ്. ആര് വന്നാലും അല്ലേ? അല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങിയ അതിനതിന്റെ വർക്കത്തോണ്ടാക്കാറ് ഇങ്ങനെ ഉണ്ട് ഭാഗം ഇന്നലെ മീൻ ഇതാക്കിട്ട് നല്ല രസമുണ്ടടി. ചുട്ടിട്ടില്ലേ? നാളെ കൊയിന്താട്ടേനി ഇച്ചൊന്നില്ല. ആ അല്ലേ ആള് മീൻ ചുട്ടപ്പോൾ എന്താ പറഞ്ഞേ? ഇച്ചൊന്നില്ല. ഓ എവിടെ എത്തി? നീ 4-5 ആൾക്കാരുണ്ട്. ബൈക്ക് മീൻ അത് മുന്നെയാണ്, ഒന്ന് അഞ്ഞുവാണ്. 4 ആളുണ്ടാവുള്ളൂ അമ്മായി. കാറിൽ 4 ആളെ ഇരിക്കുള്ളൂ. ബേജാറാവില്ലേ? നമ്മൾ ഈ വാനത്തെ സീറ്റാണ് വലിച്ചോണ്ട് ഇടും. വാനത്തെ സീറ്റ് ഇങ്ങോട്ടാണ്ട് ഇടും. വള്ളം ഉണ്ടാവും. എത്രങ്ങാനും വള്ളം ഉണ്ട്. ഒരാള് അത് ഇതാ കൊമ്പങ്ങാട് പോയാതാ നിക്കണതോ ആണെന്ന് തോന്നുന്നുണ്ട്. അല്ല ഇതിന് വേക്ക അങ്ങനെയല്ല. ഞാൻ പടക്കണടി. ആ നിന്നോളി, നിങ്ങളെ അമ്മായി മുന്നിൽ നിന്നോളി. ആ ഓലെന്നെ 2 ആളുണ്ട്. ആ താഴെ പോയ ഒരാൾ ഇതാ പിന്നെയും വരുന്നു. കോയ വരുന്നുണ്ട് മമ്മ, കോയ വരുന്നുണ്ട്. ആര്? കുഞ്ഞാപ്പോ? ചെറിയ നേരിട്ട് വന്നപ്പോളേ ആ ഓ നിങ്ങളെ ആളാണേ കുഞ്ഞാപ്പോ.
കണ്ടപ്പോ വലിയ താടിയും വീശൊക്കെ വെച്ചിട്ട് ഇതൊരു സാധാരണ മനസ്സിലല്ലേ കുഞ്ഞാപ്പൂല്ലേ? ഇതാപ്പോ കോയാ ഞാൻ വിചാരിച്ചു വലിയൊരു സാധനം അപ്പൊ കുഞ്ഞാപ്പൂ വന്നിട്ടില്ലേ? താടിയൊക്കെ ഓ വന്നിട്ടില്ല ഇതൊക്കെ കേറി, കേറി, കേറി. വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മള് കണ്ടു നോക്കിയല്ലേ മാമ. കേറി മാറിയാതോ കേറിക്കോട്ടെ. ഇതൊക്കെ നോമ്പാണ് കൊയങ്ങയോ? എനിക്ക് കയറ്റം ഈ കയറ്റ കേറിയ കൊയങ്ങ എല്ലാരും. ആണോ ഇവിടെ ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങാനില്ലേ ഒന്നും വന്നില്ല. ആ നോമ്പാണ് വെച്ചിട്ടാണ് അല്ല നോമ്പ് അല്ലാത്തോണ്ടാ ഇടക്കിടക്ക് പറയണതില്ലേ. അല്ലാതെ എന്തേലും ഫുഡ് എന്തേലും നോമ്പുണ്ട് നോമ്പുണ്ടല്ലേ? അതാണ് അത് പ്ലാൻ ചെയ്ത് എല്ലാരും കേറിയതാണോ? ആര് ചോദിച്ചാലും നോമ്പ് പറയണ. നോമ്പാണ് വെള്ളം കളിക്കിക്കണ് കടി എടുത്തിച്ചിക്കണേ. ആർക്കില്ലാത്ത നോമ്പില്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങളില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടു മൂന്നാലും അതാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടു നാലും ചെലവാകുന്നത്. അതൊക്കെ ചേച്ചി നമുക്ക് ഒരിക്കൽ വെള്ളം എടുക്കാം. വെള്ളം കൂട്ടാനും കറിയൊക്കെ ഓനെന്തോ ആയിക്കോട്ടെ. മറ്റോനെവിടെ മറ്റേ ബാംഗ്ലൂരാണ് ഞാൻ വിളിച്ചിരുന്നു കൊമ്പാട് പോയെന്ന് പറഞ്ഞപ്പോളേ ഞാൻ ജുബൊക്കെ ഇട്ട് താടിയൊക്കെ വെച്ച് വലിയൊരാളെ ചോദിച്ചു. ഞാനതില് നിരപ്പിച്ചണ്ടേ എന്നാലല്ലേ ആവുള്ളൂ. പിന്നെ ചായയിലും മധുരത്തിന്റെ കേസ് ആ കുട്ടി അടിയല്ലോ കൊണ്ടുവരുന്നുണ്ടോ? അടികൊള്ളണ അത് കൊള്ളൂലല്ലോ. നിങ്ങൾ അനൂനെ തല്ലിടാതിരിയാണേ, അഭിനയിച്ചല്ലേ. ഓ നിങ്ങളെ നാട്ടുകാരനാ നിലമ്പൂരവനെ വിളി നിങ്ങള് മമ്പാട്. അമ്പാട് ഞാനും മലപ്പുറത്ത്. ഞാൻ മലപ്പുറത്തായിരുന്നു. അല്ലേ കുഞ്ഞാപ്പൂന് ഇവര് അടുത്തല്ലേ ഏകദേശം. കുഞ്ഞാപ്പൂന്റെ സ്ഥലം എവിടെയാണ്? മമ്പാട്. എന്താ മൈന് ചായ ബേക്കറി കൊണ്ടുവച്ചെന്ന ചൂടായിക്കോട്ടെ വേണ്ടി വരും. ആണുങ്ങളല്ലേ കളച്ചാക്കാരും വേണ്ടി വരും. നല്ല ചൊറുക്കുണ്ട്, നല്ല ചൊറുക്കുണ്ട്. ചെറിയോ ചെക്കോ ആളിയാക്കണ്ണിലേറെ പ്രായം. ആ ഇത് വെറും ആണോ? ചെറിയത് കുട്ടീന്റെ അടുത്താണെങ്കിലോ? കുട്ടിയുടെ വർത്താനം സുഖം. വീഡിയോ കാണുന്നില്ല കുട്ടീന്റെ കണ്ടിന്നോ? രണ്ടാള് അതില് മറ്റേ ആ കുട്ടിന്റെ വീഡിയോ കണ്ടിട്ടാണ് മമ്മൂട്ടി വിളിച്ചത് എനിക്ക്. നന്നായി അടിച്ചും ചൂലോടൊക്കെ കല്യാണം പഠിച്ചനെ പാത്രം തല്ല് കൊള്ളണില്ലേ? നിങ്ങൾക്ക് വീഡിയോ ചെയ്യുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ തല്ല് കൊള്ളണില്ലാന്ന്? നിങ്ങളതിലും ഏറെ കണ്ടല്ലോ. അത് അമ്മായി റിമ്മ അറിയില്ല. മമ്മ തല്ലൂല്ല, മമ്മ എറിയൂല. ഒരു കാര്യം ഞങ്ങൾ കിട്ടിയോന്റെ കാലിന് പാത്രം പിന്നെ അതിനാലെ ആവും നിർത്തി എന്തിനൊക്കെയാണ് മമ്മ ഒന്നും കാട്ടില്ലേ? മമ്മാക്ക് പറ്റൂല ഇതാക്കും. അങ്ങനത്തെ ഒന്നും പറ്റൂല. ഞാൻ പിന്നെ കിട്ടിയ ചാൻസില് കൊടുക്കുമ്പോഴല്ലേ പറ്റുള്ളൂ. നിങ്ങളടുത്തേക്ക് ആദ്യം ക്യാമറ ആയിട്ട് വന്നപ്പോ നിങ്ങൾ എന്താ കാട്ടി? വണ്ടിമ കൊടുന്നേ വൈക്കുമ്പോ അങ്ങനെ കൊടുന്നുകൊണ്ട് കുട്ടികളുടെ അടുത്തേക്ക് വയ്ക്കുന്നേന്. അവിടുന്ന് വണ്ടിമ അപ്പൊ വഴി പോയിരുന്നല്ല അങ്ങനെ വണ്ടിമ വന്നുകൊണ്ട് കുറച്ചും എത്തിയപ്പോ അമ്മ ചിരിച്ചാണ്. എന്തോ ഇങ്ങനെ പറഞ്ഞ പോലെ രണ്ടാളും ഇങ്ങനെ ചിരിച്ചിട്ടുണ്ട്. അത് പറഞ്ഞപ്പോ ഞാൻ ചിരിച്ചു. അമ്മ നല്ലോണം ചിരിച്ചാണ്. അപ്പൊ നല്ലോണം എന്താണ് ഞാൻ നല്ലോണം ചിരിച്ചായി. അത് കഴിഞ്ഞാൽ ആദ്യം വിളിക്കാറില്ലേ ക്യാമറ ഇങ്ങനെ സംഭവം ഒന്നും ഇല്ല അറിയില്ലേ. പിന്നെ ഇങ്ങനെ എടുത്തിട്ട് നമ്മള് ആ 2-4 വീഡിയോ ഇങ്ങനെ റീച്ച് ആയപ്പോ പിന്നെ കണ്ടന്റ് ടൈപ്പിലാണ് ചെയ്തിട്ട് തുടങ്ങി. പിന്നെ 3-4 ചുറ്റി ഇങ്ങനെ അങ്ങോട്ട് അപ്പൊ എന്താടാ നിങ്ങൾ ഇതിക്ക് നോക്കി ചിരിച്ചിമ്മ ഒരു കാര്യം പറയാൻ അമ്മ ഇതിക്ക് നോക്കി ചിരിച്ചാ എന്താ അറിയാ അങ്ങനെ നോക്കി പിന്നെയാണ് വീഡിയോ ഒന്നും പറഞ്ഞിട്ട് ഒന്നും അറിയണമൊന്നുമില്ല. നിങ്ങൾക്ക് ചില നേരത്ത് പക്ക മലപ്പുറം ഭാഷയൊക്കെ ഉണ്ട്. ഞങ്ങളെ നാട്ടിലത്തെ വർത്താനം വരുന്നുണ്ട്. പിന്നെ അന്നെ നടുമ്പുറം ഞാൻ പൊളിച്ചു ആകെ എടുത്തേന്. ഇവിടെ അങ്ങനെ തന്നെ കോയ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടില്ലേ? കോയ പറഞ്ഞു കേട്ടി എന്റെ പുറം ഞാൻ പൊളിച്ചു അത് പറയില്ലേ? അതിന് ഇവിടെ കുട്ടികളൊക്കെ ചീത്ത അറിയാം. അടിച്ചു പൊളിച്ചെന്നൊക്കെ അതല്ലേ
ഇജ്ജ് പൊയ്ക്കോ അങ്ങനെ വാങ്ങുക കൊടുക്കുക. അതന്നെ ഇന്റർവ്യൂവിന്റെ പോലെ ഇങ്ങോട്ടാ വന്നിന്നെ. രണ്ടു കൂട്ടർ വന്നേനെ. ഞാൻ കണ്ടു, ആളുണ്ട് വീഡിയോ. അത് പെണ്ണുങ്ങളൊക്കെ നിങ്ങളെ ആൾക്കാരാ. ഫസ്റ്റില് വന്നപ്പോഴേ ആദ്യം ഞങ്ങള് വയനാട്ടിൽ കൊണ്ടുപോയി. വയനാട്ടിൽ ഒരു പോക്ക് പോയി. കുറച്ചോനെ ഒരു ബസ് നിറയെ ആൾക്കാർ. ഞങ്ങൾ എന്താണ് ഞങ്ങൾ ഇറങ്ങിയ ഒരു ബസ് നിറയെ ആൾക്കാർ. ഞങ്ങളാണ് കരഞ്ഞു. എന്താണ് എല്ലാരും എതിരേൽക്കണോണ്ടിട്ട്. ഉമ്മ കല്യാണത്തിന് പോയ ഉമ്മക്ക് ഇപ്പൊ ചോറിനാ കഴിയൂലേ? അവിടെ പോകൂല. മക്കളെ അറിയല്ല. അപ്പൊ എന്താ എവിടുന്ന് കണ്ടാലും ഉമ്മ ഫോട്ടോ എടുക്കട്ടെ. പിന്നെ വേണ്ടെങ്കിലും ഫോട്ടോ എടുക്കണ്ട അറിയാൻ പറ്റും. പിന്നെ ഹോസ്പിറ്റൽ കേസ് ഉമ്മ സോഡിയത്തിനൊക്കെ പോകുമ്പോഴാണ് ഇടങ്ങാറ്. ഉമ്മ സോഡിയം കയറി വേറെ അല്ല കാര്യം. അപ്പൊ ക്യാമറയിട്ട് വരും. അപ്പൊ അല്ല ഉമ്മ ചീത്തറി. ഉമ്മ വേറെ ഏതോ റേഞ്ചിലെ കാര്യം. എന്ത് വീഡിയോ എന്ത് ഫോണ് എന്ത് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇരിക്കാ നീച്ച ബാത്റൂമിൽ പോവുക, ഇരിക്കാ നീച്ച. അപ്പളെ കാര്യം ഓരോരുത്തർ വരിക സെൽഫി എടുക്കുക. പിന്നാലെ അറിഞ്ഞിട്ട് ഇന്ന ഭയങ്കര ഉമ്മാന്റെ മരുവള ഭയങ്കര ഇഷ്ടാ. ഇന്ന കണ്ണീന്റെ കണ്ടു ജിന്റെ പിന്നാലെ എന്നെ മൈസൂരിന് കെട്ടി വലിച്ച് കൊണ്ടില്ലേ ഇനി കൊണ്ടാ മതിയേരി അങ്ങനെയൊക്കെ പറയും. സോഡിയം കുറയലുണ്ട്. ഇപ്പൊ ഏകദേശം എത്ര വർഷമായി? ഇപ്പൊ ഞാനെല്ലാം പോയി. അതല്ല നമ്മള് ഏയില് പഠിച്ചുമ്പോഴോ ആ ടൈമിലൊക്കെ സ്റ്റാർട്ടിലോ സോഡിയം പ്രശ്നമുണ്ട്. അത് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാൻ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങള് ചെക്ക് ചെയ്തു. നോർമലാ. അതിന്റേതായിട്ട് ഇപ്പൊ കൊറേ മറവിയൊക്കെ ഉണ്ട്. ഇപ്പൊ വേഗം ദേഷ്യം വരും. എന്നാലും ഒരു ഫേമസ് ആകേണ്ട ഒരു വയസ്സ് നോക്കാണ് നിങ്ങള്. ഈ പ്രായത്തിലാണ് നിങ്ങൾ കത്തിയത്. എത്ര കാലം ജീവിച്ചാലും ഇപ്പൊ 10 ദിവസം ജീവിച്ചാൽ മതിയായി. അമ്മ ഒരു കോലത്തിലല്ലേ അത്രയും കാലം ജീവിച്ചത്. ഇപ്പൊ ഒരു 10 ദിവസം കൊണ്ട് എമ്മാരി വൈറലാ നിങ്ങള്. ഓരോ സമയാണ് ഓരോ നേരം. ഞങ്ങള് തന്നെ വീഡിയോ അങ്ങനെ ചെയ്യണ്ടെന്നല്ലാതെ നമ്മൾക്ക് ഇല്ല ഇല്ല ഇല്ല. ഓല ആരും ഇറക്കരുത്. ഇറക്കലില്ലാന്ന് പറഞ്ഞാൽ ഒരു കാര്യമൊന്നും താല്പര്യമില്ല. പിന്നെ ഉമ്മയായിട്ട് എല്ലാത്തിനും ഉണ്ടല്ലോ കുഞ്ഞാപ്പൂലെ. പിന്നെ പറഞ്ഞാല് ഞങ്ങള് പറഞ്ഞാല് ഞങ്ങൾ തന്നെ ഒരു കൊറേ കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയിട്ടാണ്. ഒപ്പം ഒരു കുട്ടീന്റെ അതാരാ കോട്ടക്കള്. അത് ഞങ്ങളാരുമല്ല, വേറെ പരിയത്തെ കുട്ടി. എങ്ങനെ ഇവിടെ ഇങ്ങനെ എത്തിപ്പെട്ടെ? അതേമാതിരി ഇപ്പൊ ഞാൻ കുഞ്ഞാപ്പൂനെ കൊടുന്ന മാതിരി കുഞ്ഞാപ്പൂനെ ഞാൻ എന്റെ വീഡിയോ തുടങ്ങി ഞാനും ഫാറൂഖും മുനീറും കൂടെ ചെക്കന്മാരെ കളിച്ചു ആദ്യം. അപ്പൊ ഇന്ന് ഞാൻ ഇങ്ങനെ കൊമ്പങ്കാട് പോയാൽ ഒരു കുടുംബം ഉണ്ടാക്കിയതാണ്. അപ്പൊ അങ്ങനെ കുടുംബം ഉണ്ടാക്കിയപ്പോ അയക്ക് കുഞ്ഞാപ്പൂനെ ഞാൻ വിളിച്ചിട്ടാണ് കൊടുന്നതാണ്. അപ്പൊ ആദ്യം വിളിച്ചപ്പോ അതേമാതിരി പറഞ്ഞിരുന്നു ഇങ്ങനെ മറ്റേ കുഞ്ഞാപ്പൂന്ന് ഒന്നിന്റെ വിളിച്ചണ്ട, അതൊരു പേര് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. നീ കുഞ്ഞാപ്പൂ എന്നുള്ള പേരിനെ കാര്യം അറിയപ്പെടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കഴിച്ചിലായതാണ് അവന്. എന്നിട്ട് ഞാൻ എന്റെ അപ്പച്ചി. അപ്പൊ ഇങ്ങനെ തല്ലും വെച്ച് വീഴുക. ആദ്യം ഈ കുട്ടികളാണ് ഇത് കാണുന്നത് കൂടുതല്. കൂടുതൽ ഞങ്ങള് വീഡിയോ കാണുന്നത് ചിലപ്പോ. അപ്പൊ ഈ കുട്ടികളാണ് നമ്മളെ ഫാൻസുകാര് കൂടുതൽ. അരി ഓടല് ചാടല് ഞങ്ങളത് ഈ മറ്റേ ടോമാഞ്ചേരി മാതിരിയാണ്. വൈത്താല കൂടുക അങ്ങനത്തെ സംഭവമാണ്. റീടേക്ക് നല്ല ഉണ്ടോ? ഇതേക്ക് ഞാനും ഓനാണെങ്കിൽ വല്ലാ വരില്ല. അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോ അതിന്റെ ഡബിൾ ഇങ്ങോട്ട് ഇട്ട് തരും. അപ്പപ്പ ഡയലോഗ് അപ്പപ്പോ ഇങ്ങനെ വരുന്നത് ഒന്നുമില്ല. ഇതുവരെ സ്ക്രിപ്റ്റ് ചെയ്തില്ല. ഞാൻ ഇപ്പൊ വിളിച്ചപ്പോ വെച്ചില്ല എന്താ പരിപാടി കണ്ടന്റ് ആലോചിച്ചാണ് അറിയില്ല. ആലോചിച്ചിട്ടൊന്നും ഞങ്ങളില്ല. ഞാൻ ഏതെങ്കിലും കടയിൽ ഫുള്ള് പ്രൊമോഷൻ ആണല്ലോ. അപ്പൊ ഏതെങ്കിലും കടയിൽ ചെന്നിക്കാണ്ട് അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഓൾക്ക് എന്താണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് അത് മാത്രം ആലോചിച്ചിട്ട് അയിമന്ന് അപ്പം ഉണ്ടാക്കണതാണ്. കുഞ്ഞാപ്പ് നേരെ വന്നുകാണ് കുഞ്ഞാപ്പ് ചോദിച്ചു ഇന്ന് പേതാ ഞാൻ വേഷം കെട്ടോണ്ട് ചോദിച്ചു. അപ്പൊ അറിയോ ഞങ്ങള് കണ്ട ഒരു ഇതുണ്ടാക്കും, ഒരു തീം ഉണ്ടാക്കും. എന്തൊരു ഇത് ഡയലോഗ് അപ്പൊ തന്നെ കുത്തിരുന്നാണ് ഇതാക്കും. ഒരു തീം എന്തേലും ആണല്ലോ. തീമില്ലെങ്കിൽ ആ സാധനം എടുത്തക്കണ്ട്. അതാണ് നമ്മൾ കുത്തിരുന്നാണ് ഇതാക്കും. ഇപ്പൊ എന്താക്കും എന്നില്ല ഒരു ഇത്. ഞങ്ങൾ പിന്നെ മറ്റേ അയാളെ കരണ്ട് പിടിച്ചതൊക്കെ ആ സിനിമ ലേക്ക് വിരാന്റെ അല്ല അത് ഞാൻ കണ്ടു.
അത് നിങ്ങള് ആയിമെന്ന് അത് നേരെ കോപ്പി അടിച്ചാണ്. പക്ഷെ ആ സാധനം ചെയ്ത രസമുണ്ട്. നല്ല തല്ലുകൊണ്ടിട്ട് എല്ലാം എന്റെ ബോധം പോയത്. അതേമാതിരി പാലത്തുമെന്ന് പോയിന്റെ അവിടുന്ന് കഴിഞ്ഞൊരു സമയത്തുണ്ടല്ലേ ചായ അടിച്ച് ഇതൊക്കെയാണ് കുട്ടികൾ. ഇവന്റെ ഏട്ടന്മാർ രണ്ടാളും കൂടി ഉണ്ട്. അവത്ത് കൂടെ പോണി ഒരു കയറിയിട്ടുണ്ടായിട്ട് വണ്ടിക്കില്ലേ. വണ്ടി ചങ്ങായിമാരെയും കൊടുങ്ങാണ്ട് കുഞ്ഞിന്റെ മുകളിലൊക്കെ സൈക്കിൾ കൊണ്ടുകൊണ്ട് ഒന്നായിട്ട് ആരെയും ഇവിടെ തോൽവി കണ്ടിപ്പോ മാറി സ്കൂൾക്ക് പോക്കുള്ളൂ. ആ ടൈപ്പ് കുട്ടികളാണ്. അത് സ്ഥലം വാങ്ങിയപ്പേ നാളെ തന്നെ മാറ്റി തരുന്നാണ്. പിന്നെ ഞങ്ങള് കൊറേ നടന്ന അയാളെ പിന്നെ ഞങ്ങളാരും ഇല്ലാത്തപ്പോ പോയിങ്ങാണ്ട് ദൈവമാരെ മാറ്റി. ഇപ്പോഴും ശരിയായി. ഫോട്ടോ എടുത്തോ? വേറെ ആരെയും എടുത്തിട്ടില്ലല്ലോ. നിങ്ങളല്ലേ എടുത്തേ? അതെന്താണ്ടാ? നിങ്ങളെ ആൾക്കാർ ഇഷ്ടപ്പെടണോണ്ടാ. നിങ്ങൾ അത്രയും ആൾക്കാർക്ക് ഇഷ്ടമാണ്. സത്യം പറയാം. ഞങ്ങളടക്കം നോക്കിയേ, ഞങ്ങൾ പോകുന്നപ്പോഴൊക്കെ നിങ്ങളെ കാര്യം പറയണേ. ഞാൻ വീഡിയോ ചെയ്യുന്ന ആളാ. എനിക്ക് വരെ നിങ്ങളെത്ര പുതുമ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാട്ടിക്കൂട്ടല്ല. പുറത്തത്തെ ആൾക്കാർ എന്ത് പറയണു എന്നുള്ളത് വിഷയമല്ല നമ്മളെ ജീവിതത്തിൽ. അത് ഒരിക്കലും മൈൻഡ് ചെയ്യരുത്. ഓലെ റെസ്പെക്ട് ചെയ്യണം, ഓലെ ലൈക്ക് വേണം, ഓലെ ഷെയർ വേണം, ഒക്കെ വേണം. ഓക്കെ. പക്ഷെ ഓരോ ആൾക്കാർ തളർത്താൻ വരുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എങ്ങനെ ജീവിച്ചോളാന്ന് പറഞ്ഞാൽ മതി. വേറൊന്നും പറയണ്ട. കാരണം നിങ്ങൾക്ക് അതിനുള്ളൊരിതുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആൾക്കാർ ഫോട്ടോ എടുക്കണത്. നിങ്ങൾ ബസ് ഇറങ്ങിയപ്പോൾ ആൾക്കാരെല്ലാവരും കൂടി ഇന്ത്യത്തിൽ കൂടിയത് എത്താന്ന് വെച്ചിട്ട് നിർത്തല്ല. നിങ്ങൾ ആരാധിച്ച നിങ്ങൾ ഇഷ്ടപ്പെട്ടോണ്ട് വരികയാണ്. അതാണ് സത്യം. ഓല് പറയണ എന്താ സമ്മതിച്ച് നിന്നിങ്ങനെ കൊടുത്തോളൂ. നിങ്ങളെ കാലത്തിന് ഈ പ്രായത്തിന് നിങ്ങൾക്ക് സെലിബ്രേറ്റ് ആവാൻ പറ്റിയല്ലോ. രണ്ടാൾക്കാർ എറണാകുളത്തൊക്കെ ഇവിടെ വന്നിട്ട് ഇന്റർവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെ എത്തി നിങ്ങള്? ഇവിടെ ഞാന് ഇപ്പൊ ഒരു വഴി തെറ്റിയിട്ട് ആ സ്ഥലത്തേക്ക് പോയാലോ. എന്താ സ്ഥലത്തിന്റെ പേര്? ഒരു വയസ്സായ ഒരു മനുഷ്യത്തിനാണ് ആ റോഡിന്റെ സൈഡിൽ ഞാൻ കണ്ടത്. ആ സൗണ്ട് കേട്ടില്ലേ? ആ മനുഷ്യത്തിനോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു വലിയ മല്ല ഇവിടെ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വെറുതെ ചോദിച്ചതാ. കാരണം ഞാൻ എനിക്ക് വിളിക്കുന്നുണ്ട്. അത് ഇവിടെ അല്ലേ കുട്ടി? അതാ ഇവിടെ ഇവിടുത്തെ ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു നിങ്ങൾക്ക്? ആ അവിടെയാണ്. അപ്പൊ ആ പ്രായക്കാർക്ക് വരെ അതിനകത്ത് പറയുമ്പോ സ്വിച്ച് പോണാ കയ്യില് നിൽക്കണ ഫോണില്ലേ ആ പോണാ. അപ്പൊ അതിന് വരെ നിങ്ങളറിയാം. അപ്പൊ നിങ്ങളെ റേഞ്ച് അവിടെ. ഒരു കല്യാണത്തിന് ആര് വന്നാലും ഇവിടെ വരും. അതാണ് നിങ്ങളെ റേഞ്ച് അവിടെ എത്തി. ഇവിടെ വന്നാ പിന്നെ ഒക്കെ സെലിബ്രിറ്റികളാണ്. 1 2 3 4 പിന്നെ മറ്റോനും 5 സെലിബ്രിറ്റികളാണ്. എന്റെ പരീക്കെന്നാ ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ പരീക്ക് എങ്ങനെ വരിക നിങ്ങൾക്ക് അറിയാം. നേരം വെളുക്കുമ്പോ നമ്മൾ നീച്ചുമ്പോ കാണാൻ ചെറിയ ഓട്ടോറിക്ഷ വന്ന് നിർത്തി നിർത്തിയിട്ട് ഇങ്ങനെ വന്നു. ലാലേ എടാ ഒന്നല്ല ഇറങ്ങിക്കാ. അപ്പൊ തന്നോ അതുപോലെ പരീക്ക് കുട്ടികൾ വിരുന്ന് തന്നിട്ടുണ്ടാവും. ഇത്ര പോകുന്ന കുട്ടികളെ എന്റെ അടുത്ത് വരും. എന്റെ അടുത്തും കുഞ്ഞാപ്പൂരിന്റെ അടുത്ത് അങ്ങനത്തെ കുട്ടികളെ വരാം. ഒന്ന് നിന്നാളാ ഈ കൊമ്പങ്ങാട് പോയാറങ്ങോട്ട് പേരും തരില്ല. എന്നിട്ട് നമ്മൾ ഈ തോലേജ് വന്നിക്കാണ്ട് ഉറക്കൊന്നും ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ചിരിച്ച് നിന്നോടുക്കന്നെ. കാരണം എന്താന്നോ, കോടാനുകോടി ഉറുപ്പ്യ കൊടുത്താലും കിട്ടാത്തൊരു സാധനമാണ്. നമ്മൾ പറയാ കുറെ പൈസ നമ്മുടെ ഉണ്ട് നിൽക്കാം ഒരാളടുത്ത്. സത്യം, ഒരു മനുഷ്യന്റെ അടുത്ത് കുറെ പൈസ ഉണ്ട്. ആ മനുഷ്യനെ ആരും ഫോട്ടോ എടുക്കൂല. പൈസ കൊടുത്താൽ കിട്ടാത്തൊരു മുതലാണ് പഠിച്ച തമ്പുരാൻ നിങ്ങൾക്ക് തന്നിട്ട് യാതൊരു സംശയം വേണ്ട. ചിരിച്ച് നിന്നോടത്തോണ്ട് ആരെ മുന്നിലും. അല്ല ഫോട്ടോ എടുക്കാൻ മാണ്ടെന്നല്ല പറഞ്ഞത്. നിങ്ങളെ എതിര് പറഞ്ഞ ആൾക്കാർ നിങ്ങൾ വീഡിയോ എടുക്കണത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. ആൾക്കാർക്ക് ഓൽക്ക് നമുക്ക് കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടാവും. ആർക്കും ഒന്നും തോന്നുന്നുണ്ടാവില്ല. എല്ലാവരും നല്ല ആൾക്കാർ. നമ്മളെ സപ്പോർട്ട് ചെയ്യണോണ്ട് നമ്മൾ ഇത്ര ധൈര്യം എത്തിയത്. ധൈര്യമായിട്ട് നിന്നോണ്ട് ആരെ മുന്നിൽ ചിരിച്ച് നിന്നുകാണ്ട് വീഡിയോ എടുത്തോണ്ട് ഒരു കുഴപ്പമില്ല. റോഡൊക്കെ ഇറങ്ങിക്കാണ്ടൊന്നും മറ്റൊരു ഫോട്ടോ ഒന്നും പറയാൻ നിൽക്കണ്ട. എടുത്തോളി. കാരണം അതിനുള്ള ക്വാളിറ്റി ഒക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? സത്യം. നമ്മളെ പണി ഇതാണ്. നമ്മളെ പണി എന്താ? വീഡിയോ എടുക്കുക. നമ്മളാരും ദ്രോഹിച്ചിട്ടൊന്നുമല്ലല്ലോ. നമ്മൾ ഇതേമാതിരി ചെയ്യുന്നു. നമ്മളെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. ഓല് തരുന്ന പൈസ മടി പിടിച്ചിരിക്കരുത്. നമ്മള് പറയാം. അല്ലേ നമ്മളൊരു സമയം തന്നാണ് അല്ലേ? അല്ലെ ഇപ്പൊ നമ്മളൊക്കെ വന്നുകൊണ്ട് ആരാ പോട്ടെ നിങ്ങൾ ആലോചിച്ചോക്കാൻ. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളും വരൂലല്ലോ ഇപ്പൊ അമ്മമാരെ കാണാൻ പറ്റൂലല്ലേ? നമ്മളിങ്ങനെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കില് ഉണ്ടോ? ഇല്ല. നമ്മള് സാധാരണ ആൾക്കാര് ഡെയിലി ഒരു ആൾക്കാരെ കാണുന്ന കൂടുതൽ ഒരാള് അത്രേ ഉള്ളൂ.
ഇതിപ്പോ നമ്മൾ ഒരിക്കലും കരുതിയിട്ടില്ല ഇപ്പൊ കാണുന്നില്ലേ. സത്യം പറയാ നമുക്ക് തോന്നണേ നമ്മള് മൊബൈലിൽ കാണുന്ന ആൾക്കാരെ നേരിട്ട് കാണുന്നു. ചില ആൾക്കാരെ നമ്മളെന്താ പറയാന്നോ, ജീവനോട് ആദ്യമായിട്ട് കാണുന്നു. അങ്ങനെ ഇറങ്ങണം സത്യം പറഞ്ഞില്ലേ ജീവനോട് ആദ്യമായിട്ട് കാണാട്ടോ. പിന്നെ രണ്ടാമത് പറയുന്നത് എന്നോട് എന്താണ്, കോയക്ക് ഇത്ര ചെറുപ്പാന്ന് ഞാൻ അറിയില്ല. ഞങ്ങള് വന്നേക്കിന് പറഞ്ഞു നല്ല ചൊറുക്കുണ്ട്. പേരെന്താണ്? എന്റെ പേര് കരീം എന്നാണ്. ലാലാന്ന് വിളിച്ച എല്ലാരും ലാലായിക്കണം. ഇപ്പൊ പേര് കരീം എന്നൊക്കെ പുസ്തകത്തിന് തപ്പേറ്റ വേണ്ടല്ലോ, അതാണ് പേര്. ഇതാണ് എന്റെ പേരാണ് പേരിട്ടാണ് പേരിട്ടല്ല, അതൊക്കെ വീഡിയോള്ള പേരല്ല. ഉൽപ്പം തന്നെ കൊമ്പങ്കാട് അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ കുഞ്ഞാപ്പൂന്റെ പേര് നസീർ എന്നാണ്. കുഞ്ഞാപ്പൂ എന്നൊക്കെ ഞാട്ട പേരാണ്. മോൾട്ടിന്റെ പേര് പരിയിലും മോൾട്ടി തന്നെയാണ്. ഇതാന്നാണ് ഓള് ഒരു കുട്ടി ഉണ്ട്. അതുപോലെ പേരക്കാരൊക്കെ കട്ട സപ്പോർട്ട്. ഒരുപാട് പെൺകുട്ടികൾ വന്നു പോയിരുന്നു, പക്ഷെ ഇവളാണ് അതില് സെറ്റായി നിന്നത്. അപ്പൊ പിന്നെ ഓളും കുഴമ്പക്കാടത്തെ ഒരാളായി. ഞങ്ങൾ ഇങ്ങനെ ഒരു തറവാട് എന്നുള്ള കോലത്തിൽ ഉണ്ടാക്കിക്കാണ്. പക്ഷെ ഈ തറവാട്ടിൽ നിങ്ങൾക്ക് നല്ല സുഖ, നിങ്ങളെ പരിയിലുള്ള ആൾക്കാർ മൊത്തം ഇതിന്റെ ഉള്ളിലല്ലേ. ഇത് ഒരാള് മറ്റേ മമ്പാട്, ഞാൻ മലപ്പുറത്ത്, മോൾട്ടി കോട്ടക്കൽ. മൂന്ന് അറ്റത്താണ്. അത് വന്ന് കൂടിയിട്ട് വേണം ഒരു പരിക്ക് എത്തിയിട്ട് വേണം അവിടെ കച്ചറ ഉണ്ടാക്കാം. എന്നാ ആലോചിച്ച് നോക്കണി. ആരുമില്ല, പരിയുള്ളൊരു മനുഷ്യനുമില്ല. നിങ്ങളെ പെരിയിൽ തന്നെ ഷൂട്ട്? എന്റെ പെരിന്നും ഷൂട്ട് ഉണ്ട് ചിലതൊക്കെ. ഇപ്പൊ പേര നന്നാക്കിയ ശേഷം ആദ്യത്തെ പേര ഇങ്ങനത്തെ പേരൊക്കെ അതില് പിന്നെ നമ്മളങ്ങനെ ഷൂട്ടുകൾ വല്ലാതെ എടുത്തിരുന്നില്ല. എന്നാലും ഇപ്പൊ പിന്നെ ഇപ്പൊ പിന്നെ മുറ്റത്തൊക്കെ സ്ഥലം. കുഞ്ഞാപ്പൂന്റെ കാട്ടിലുണ്ടല്ലേ, ചെലപ്പോ കണ്ണാണൂല അല്ലെങ്കിൽ ചെവി വെക്കൂല. നീർക്കൊല്ലി നവളിയാകുമ്പോ ചെവി വെക്കൂല. അതെന്താ കൊറേ അങ്ങനത്തെ കൊറേ സാധനങ്ങൾ ഉണ്ടാക്കിയാൽ ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്യണ്ടല്ലോ. അപ്പൊ അതിന് അപ്പൊ ആൾക്കാർക്ക് മടുപ്പും വരൂല, മാറ്റി മാറ്റി ഇടുമ്പോ മാറ്റി അല്ലെങ്കിൽ ഇപ്പൊ താടി വെച്ച വലിയ ഉണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ കുറെ കഥ ഞമ്മക്ക് തന്നെ ആലോചിച്ചാൽ കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ഓട്ടച്ചേരി പിടിച്ചുകൊണ്ട് ഒരു കോയാറിന് മനുഷ്യനെ നടക്കും. അമ്മമാര് തേജ ചെരുപ്പേറ്റ് ഗുനാവുണ്ടാവും അങ്ങനത്തെ മനുഷ്യർ. അതൊക്കെ വെറുതെ നമുക്ക് ഓരോ കാട്ടിക്കൂട്ട് തോന്നുന്നു. നിങ്ങൾ എന്തേലും എഴുത്ത് ചെയ്തോ, കഥയൊക്കെ അങ്ങനെ എന്തേലും ഇല്ല? ഇതിലല്ല ഇതിന്റെ ആവശ്യത്തെ ഡെയിലി ഉണ്ടാക്കില്ലേ. അങ്ങനെയല്ല, ആദ്യം എന്തേലും എഴുത്തോ കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ക്രിയേറ്റിവിറ്റി ഇത് തുടങ്ങിയാരന്നെ നമ്മളായിട്ട് ഉണ്ടാക്കുകയാണ് ഈ സാധനങ്ങളൊക്കെ. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എത്തും. ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ചിരിപ്പിച്ചാൻ കഴിഞ്ഞുകൊണ്ടെങ്കിൽ അതിന്റെ കൂലി നിങ്ങൾക്ക് പറിച്ചോൻ തരില്ലേ? തരില്ല വല്യമ്മ? തരുമോ? അതിന്റെ കൂലി നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു മനുഷ്യനെ ചിരിപ്പിക്കാൻ ചില്ലറ കാര്യമല്ല, വലിയ ടാസ്കുള്ള കാര്യം. പക്ഷെ അത് നിങ്ങളെ മുഖാന്തരം ഒരു മനുഷ്യൻ, ഒരു അസുഖമുള്ള ഒരു മനുഷ്യൻ ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഗുണം നിങ്ങൾക്കില്ലേ? ഉണ്ട്. അതല്ലാരെ കൊണ്ടും കഴിയുന്ന സംഭവമല്ല. സത്യം വല്യമ്മ, അതെ സത്യം. ഒരുപാട് ഇടങ്ങേറിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ഇടങ്ങേറിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഓലെ ഒരു വട്ടം നിങ്ങൾക്ക് ചിരിപ്പിച്ചാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങള് എന്താ പേര് പറയാ, പൊളിയാണ്. ഒന്നൊന്നര സംഭവമാണ് തന്നെയാണ്, യാതൊരു സംശയമില്ല. ആരെന്ത് പറഞ്ഞാലും എത്രകാലം പ്രവാസികളെ നമ്മളെ വീഡിയോ ഓല് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടിട്ട് ഒരു നാടും വീടൊക്കെ വിട്ടിട്ട് അത്ര ലോങ് പോയി നിന്നിട്ട് ഒരു ചെറിയൊരു ആശ്വാസം കിട്ടണ രാത്രിയിൽ ഒരു വന്നിരിക്കുമ്പോ മൊബൈൽ നോക്കുമ്പോ ആ നേരത്തെ നമ്മള് ചിരിപ്പിക്കല്ലേ ചെയ്യണത്. അതാണ് നമ്മളെ വീഡിയോന്റെ വിജയം. മനസ്സിലായോ? ഓൽക്കൊക്കെ ഒരു ആകെ സമാധാനം ഉമ്മമാന്റെ കോമഡി ഇതൊക്കെ കാണുമ്പോഴാണ്. മനസ്സിലായില്ലേ? നീ നോക്കണ്ടെന്ന് വീഡിയോ ഓണാക്കണ കൂടി മാണ്ടീനിപ്പോ വാണാഞ്ഞില്ലേ? ഓൻ കൊറേ ആയി നിങ്ങളെ കാത്തുങ്ങനെ. ഡിസംബറിൽ വരുന്ന പറഞ്ഞ ജനുവരിയിൽ അന്നത് സെറ്റ് ആവുന്നു. കൂടെ എന്തൊരു കാര്യത്തിൽ കൂടി വരാന്ന് വെച്ചിട്ട് അന്നേ ഞങ്ങൾ പറയണ വരികയാണെങ്കിൽ വിളിച്ചാണ് കേട്ടോ. അമ്മായി രാവിലെ വിളിച്ചിരിക്കണ വരുന്നുണ്ട് ഒന്ന്. ആയിക്കോട്ടെ, ഞാൻ പോട്ടെ എന്നാല്. ചോറൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പോവാണെങ്കിൽ ഒറിജിനൽ പേര് ആർക്കും അറിയലുണ്ടല്ലോ. ഇപ്പൊ ആയിക്കോട്ടെ.
കണ്ടതിൽ വളരെ സന്തോഷം. ഇൻഷാ അല്ലാ നമുക്ക് ഒരു ദിവസം കൂടി കാണണ്ട്. ഓക്കെ ശരി എന്നാ. നമ്മളെ പരിപാടിയും കാര്യമൊക്കെ കഴിഞ്ഞ് നമ്മള് പറഞ്ഞു പോവുകയാണ്. ഇനി ഉമ്മാനാക്കി നേരെ പെരിയ പോണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കൊമ്പങ്കാട് കോയന്റെ വീഡിയോ അല്ലേ? കൊമ്പങ്കാട് കോയ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കൊമ്പങ്കാട് കോയ നമ്മളെ വീട്ടിലെത്തി. ഉമ്മ വന്നോട് കണ്ടില്ലേ? അതാണ് കാണുമോ അല്ലേ? ഞാൻ വിളിച്ചോണ്ടെന്നാ. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണാം എല്ലാവർക്കും. ഷിഫ്നാനോട് തെറ്റണ്ടാറ്. അസ്ലാലേക്കും കണ്ടോ മാമ? അങ്ങനെ കൊമ്പ കോയാനെ കണ്ടു എല്ലാവർക്കും. അലേക്കും. ഞാൻ അവനോട് ചോദിച്ചു എവിടെ കൊമ്പ കോയ അതിനോട് ചോദിച്ചു എവിടെ കൊമ്പങ്കാട് കോയ?